ഹലോ, ദിസ് ഈസ് പൈത്തൺ മലയാളം. പൈത്തൺ മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്? പൈത്തൺ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൂടിയാണ്. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്? ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് കറങ്ങുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം ക്ലാസ് എന്താണെന്ന് അറിയണം. അപ്പോൾ എന്താണ് ക്ലാസ്? നമുക്ക് പ്രോഗ്രാമിങ്ങിനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, പ്രോഗ്രാമിങ്ങിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നിങ്ങൾ യഥാർത്ഥത്തിൽ റിയൽ ലൈഫിലേക്ക് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്ലാസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ക്ലാസ് എന്ന് പറയുന്നത് പൊതുവായ സ്വഭാവ സവിശേഷതകളോട് കൂടിയിട്ടുള്ള ഒരു ടീമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്രെയിമാണ്, ഒരു ബ്ലൂ പ്രിൻ്റാണ്. ഫോർ എക്സാമ്പിൾ, മനുഷ്യവർഗം എന്ന് പറയുന്നത് ഒരു ക്ലാസ്സാണ്. കാരണം എന്താണ്? മനുഷ്യവർഗത്തിന് പൊതുവായി ചില സവിശേഷതകളുണ്ട്. മനുഷ്യന് 2 കണ്ണുകളുണ്ട്, നാക്കുണ്ട്, മൂക്കുണ്ട്, 2 കൈകളുണ്ട്, 2 കാലുകളുണ്ട്. മനുഷ്യൻ നടക്കും, ഓടും, ചാടും, ഭക്ഷണം കഴിക്കും, മനുഷ്യന് ജോലിയെടുക്കും. ഓക്കെ, മനുഷ്യൻ ആനന്ദിക്കും. ഇതൊക്കെ മനുഷ്യന് പൊതുവായിട്ടുള്ളൊരു പ്രത്യേകതകളാണ്. അതുകൊണ്ട് മനുഷ്യവർഗം മുഴുവൻ തന്നെ ഒരു ക്ലാസ്. അതുപോലെ തന്നെ ജന്തുവർഗം മറ്റൊരു ക്ലാസ്സാണ്, പക്ഷിവർഗം മറ്റൊരു ക്ലാസ്സാണ്, ഇൻസെക്ട്സ് പുഴുക്കൾ മറ്റൊരു ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ പൊതുവായ സവിശേഷതകളുള്ള ഒരു ബ്ലൂ പ്രിന്റിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് മനുഷ്യവർഗം. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ്? ഈ ക്ലാസ്സിലെ ഒരു മെമ്പറെ നമുക്ക് ഒബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഉദാഹരണത്തിന് മനുഷ്യവർഗത്തിലെ ഒരു ഒബ്ജക്റ്റാണ് ഞാൻ. മനുഷ്യവർഗത്തിലെ ഒരു ഒബ്ജക്റ്റാണ് ഈ കേൾക്കുന്ന നിങ്ങളെല്ലാവരും. ഓരോരുത്തരും ഓരോ ഒബ്ജക്റ്റാണ്. വാസുദേവൻ മനുഷ്യവർഗം അഥവാ ഹ്യൂമൻ ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റാണ് വാസുദേവൻ. അതുപോലെ തന്നെ അലി, ഉമർ, ടോം, ജോക്കോവാവൻ, ഋത്തിക് റോഷൻ എല്ലാവരും മനുഷ്യവർഗത്തിലെ ഓരോരോ ഒബ്ജക്റ്റുകളാണ്. ഓക്കെ, ക്ലാസ് എന്താണ്? ഒബ്ജക്റ്റ് എന്താണ്? പൊതുവായ സവിശേഷതകളുള്ള ഒരു ബ്ലൂ പ്രിൻ്റാണ് ക്ലാസ്. ആ സവിശേഷതകൾ അടങ്ങിയിട്ടുള്ള അതിലെ ഒരു ഇൻസ്റ്റൻസ് ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ് ഇസ് പ്രെറ്റി ക്ലിയർ. ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. അതിനെ നമ്മൾ പ്രോഗ്രാമിക്കലി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലാസ് എന്ന് പറയുന്ന ഒരു കീവേഡ് കൂടി എടുത്തു. ക്ലാസ് ഹ്യൂമൻ, മനുഷ്യവർഗത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഒരു കോളൻ ക്രിയേറ്റ് ചെയ്തതോടുകൂടി ക്ലാസ് ഹ്യൂമൻ ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഹ്യൂമൻ സ്വഭാവ സവിശേഷതകൾ നമ്മൾ ഇനി ആഡ് ചെയ്യണം. ഐസ്, മനുഷ്യന് 2 കണ്ണുണ്ടാവും. ലെഗ്സ്, 2 കാലുണ്ടാവും. പിന്നെ മനുഷ്യനൊരു അഡ്രസ് ഉണ്ടാവും. തൽക്കാലം എല്ലാവരും ഭൂമിയിലാണെന്നുള്ളൊരു പൊതുവായ സവിശേഷത ആയതുകൊണ്ട് എർത്ത് എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തിന് പൊതുവായിട്ട് ചില ഫങ്ഷൻസ് ഉണ്ടാവും. ഒന്ന് പ്രവർത്തികൾ. ഇതൊക്കെ ഓരോ പ്രത്യേകതകളാണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്, ആട്രിബ്യൂട്ട്സ് എന്നൊക്കെ പറയാം. മനുഷ്യവർഗം ഓരോ ഫങ്ഷൻ ചെയ്യും, ആക്ഷൻ, പ്രവർത്തികൾ. ഉദാഹരണം, മനുഷ്യൻ ശ്വസിക്കുന്നു, ഇതൊരു ഫങ്ഷനാണ്. അതുപോലെ തന്നെ മനുഷ്യൻ നടക്കുന്നു, ഇതൊരു ഫങ്ഷനാണ്, ക്ലാസ് ഫങ്ഷനാണ്. ഓക്കെ, ഹ്യൂമൻ ക്ലാസ്സിലൊരു ഫങ്ഷനാണ് മനുഷ്യൻ നടക്കുന്നു എന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നു. ഓക്കെ, അതൊരു ഫങ്ഷനാണ്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒരുപാട് അനേകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഫങ്ഷനുകൾ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കോറിയിട്ടിട്ടുള്ളത്. ഇതൊക്കെ മനുഷ്യൻ്റെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? മനുഷ്യൻ ബ്രീത്ത് ചെയ്യുന്നു. ബ്രീത്ത് എന്ന് പറയുന്ന ഫങ്ഷൻ നമുക്ക് എലബറേറ്റ് ചെയ്യാം. എന്ത് ചെയ്യുന്നു? ബ്രീത്തിങ്. ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പ്രിന്റ് ചെയ്യുന്നു. ആ ഫങ്ഷൻ കോൾ ചെയ്യുമ്പോൾ വാക്കിംഗ്. ഈറ്റിംഗ്. ഇതൊക്കെ മനുഷ്യ സമൂഹം പൊതുവായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യവർഗം എന്ന് പറയുന്ന ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാവരും ചെയ്യുന്നു. ഇത് ക്ലാസ് ആണെങ്കിൽ ഇനി ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഫോം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് നെയിം, അതുപോലെ തന്നെ ക്ലാസ് നെയിം, അതിൻ്റെ പാരന്തസിസ്. ഓക്കെ, ഇത്രയാണ് ഒബ്ജക്റ്റ് ക്രിയേഷൻ്റെ ഫോം. അപ്പോൾ ഉദാഹരണത്തിന് ടോം എന്നൊരു മനുഷ്യനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ടോംസ് ഈക്വൽ ടു ഹ്യൂമൻ പാരന്തസിസ്. ഓക്കെ, ഇതോടുകൂടി ടോം എന്ന പേരിൽ പ്രോഗ്രാമിലൊരു മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തു. ഇനി വാസു എന്ന പേരിൽ മറ്റൊരാൾ ക്രിയേറ്റ് ചെയ്യാം, ഹ്യൂമൻ. ഓക്കെ, ഇതെല്ലാം ഈ രൂപത്തിലാണ് നമ്മൾ ഓരോ ഹ്യൂമൻ ഒബ്ജക്റ്റ്, ഇതൊക്കെ ഹ്യൂമൻ ഒബ്ജക്റ്റുകളാണ്. ഇത്
ഒബ്ജക്റ്റുകളുടെ ക്ലാസ് ആണ്. ഓക്കെ, അതാണ് ഒബ്ജക്റ്റും ക്ലാസ്സും തമ്മിലുള്ള റിലേഷൻ. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്യുക, ഫയൽ സേവ് ചെയ്ത ശേഷം റൺ ചെയ്യുന്നു. നമ്മുടെ പൈത്തൺ ഷെൽ ഇവിടെ ഉണ്ട്. തൽക്കാലം ഇവിടെ അപ്പുറം എൻ്റർ ചെയ്യാം. ഇപ്പോൾ ക്ലാസ് എന്ന് പറയുന്ന ബ്ലൂ പ്രിന്റ് കമ്പൈലർ റെഡിയാണ്. നമുക്ക് ഒരു മനുഷ്യനെ നമ്മൾ ആഡ് ചെയ്യുന്നു. അലി ഒരു മനുഷ്യനാകുന്നു എന്നുള്ളത് പ്രോഗ്രാമിക്കലി ഇങ്ങനെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ അലി ഒരു മനുഷ്യനാണ്. ഇനി അലിക്ക് എത്ര കണ്ണുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലി ഡോട്ട് ഐസ്, അലിക്ക് 2 കണ്ണുകളുണ്ട്. അലിക്ക് എത്ര കാലുകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലി 2. അലിയുടെ അഡ്രസ് എർത്ത്. ഇനി അലിയോട് വാക്ക്, നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അലി അത് നടക്കുന്നു. അലിയോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് ഈറ്റിംഗ്. ഓക്കെ, എവറിത്തിങ് പെർഫെക്റ്റ്. അപ്പോൾ നമുക്ക് മറ്റൊരു മനുഷ്യനെ ഉണ്ടാക്കണം. വാസു മറ്റൊരു ഹ്യൂമൻ ഒബ്ജക്റ്റ് ആണ്. വാസു എത്ര കണ്ണുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസുവിനും 2 കണ്ണുകളാണ്. വാസുവിനോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ വാസുവും ഭക്ഷണം കഴിക്കും. ഇനി മറ്റൊരാൾ കനക, മറ്റൊരു ഹ്യൂമൻ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, കനകയോടും നമ്മൾ ഈ പറഞ്ഞ പണികളൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കനകയും ചെയ്തിരിക്കും. കനകയുടെ ലെഗ്സിൻ്റെ എണ്ണം. ഓക്കെ, കനക സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, കനകയുടെ ലെഗ്സ് 2. ഓക്കെ, കാരണം എന്താണ്, ഈ ഹ്യൂമൻ ക്ലാസിൻ്റെ ഒബ്ജക്റ്റുകളെല്ലാം ഈ സവിശേഷതകൾ പങ്കിട്ടെടുക്കുന്നു. അപ്പോൾ അതാണ് ഒരു ക്ലാസ്, ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്ന റിലേഷൻ. ഓക്കെ, വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നിങ്ങൾ റിയൽ ലൈഫിലുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. നമ്മളൊക്കെ മനുഷ്യവർഗത്തിലെ മനുഷ്യൻ എന്ന ഹ്യൂമൻ ക്ലാസ്സിലെ ഓരോ ഒബ്ജക്റ്റുകളാണ് നാം ഓരോരുത്തരും ഒന്ന് പഠിച്ചു വെച്ചാൽ സംഗതി തീർന്നു. ഇത് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കാം, പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ കൂടുതൽ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതിങ്ങനെ കോഡ് പ്രാക്ടീസ് ചെയ്തിട്ടത് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾ കൈവരിക്കണം. ഇനി നമുക്കറിയാം ഹ്യൂമൻ ക്ലാസ് എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് ക്ലാസ് ആണ്, ഏറ്റവും വലിയൊരു ക്ലാസ് ആണ് ഹ്യൂമൻ. പക്ഷെ ആ ക്ലാസ്സിനുള്ളിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ വേറെ ഉണ്ട് അല്ലേ? നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള പ്രത്യേകതകളോട് കൂടിയ മറ്റൊരു ടീമാണ്. അവർ മനുഷ്യരാണ്, ആ പ്രത്യേകതകൾ ഉള്ളതോടൊപ്പം തന്നെ അവർ പഠിപ്പിക്കുന്നു എന്നുള്ളത് അവരെ വ്യത്യസ്തരാക്കുന്നു, മറ്റൊരു ക്ലാസ് ആക്കുന്നു. ആർട്ടിസ്റ്റുകൾ, കലാകാരന്മാർ, അവരുടെ കലാപരമായിട്ടുള്ള പെർഫോമൻസ് അവരെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ക്ലാസ് ആക്കി മാറ്റുന്നു. അവർ മനുഷ്യരാണ്, മനുഷ്യരുടെ പ്രത്യേകതകൾ ഉള്ളതോടൊപ്പം തന്നെ അവർക്ക് കല എന്ന് പറയുന്ന കഴിവ് എക്സ്ട്രാ അവർക്കുള്ളതാണ്. ഓക്കെ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ ഹ്യൂമൻ ക്ലാസ്സിനകത്ത് തന്നെ ഉണ്ട്. അതെങ്ങനെ നമ്മൾ പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇനി പറയുന്നത്. ക്ലാസ് ടീച്ചർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. പക്ഷെ ആ ക്ലാസ് ഹ്യൂമൻ എന്ന് പറയുന്ന ഈ ക്ലാസിന്റെ ചൈൽഡാണ്, ഹ്യൂമന്റെ ഉള്ളിലുള്ളൊരു ക്ലാസ്സാണ്. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ ടീച്ചർ എന്ന് പറയുന്ന ക്ലാസ്സിന് ഹ്യൂമന്റെ ഈ പ്രത്യേകതകളെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ടീച്ചർക്ക് മാത്രമായിട്ട് എന്താ അത്ര പ്രത്യേകത? അവർ പ്രത്യേകമായി പണി ചെയ്യുന്നുണ്ട്. എന്താണ്? ടീച്ച് സെൽഫ്. പ്രിന്റിംഗ് ഓപ്ഷൻ എന്താണ്? ടീച്ചിങ്. അവരുടെ പ്രത്യേകമായിട്ടുള്ളൊരു ജോലിയാണ് ടീച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഓരോ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്തപ്പോഴും അതിനുള്ളിൽ സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീവേഡ് ആഡ് ചെയ്തു. ആ കീവേഡ് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ക്ലാസ്സിലെ ഫംഗ്ഷനിൽ എപ്പോഴും അതിൻ്റെ പാരന്തസിസിനുള്ളിൽ സെൽഫ് എന്ന് പറയുന്ന കീവേഡ് ഉണ്ടായിരിക്കും. ഓൾവേസ് ദർ വിൽ ബി സെൽഫ്. ഓക്കെ, ഒരു ക്ലാസ് ഫംഗ്ഷനിൽ എപ്പോഴും സെൽഫ് എന്ന് പറയുന്ന കീവേഡ് ഉണ്ടായിരിക്കും. അത് എന്തിനാണെന്നുള്ളത് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പോൾ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ്. ആ ക്ലാസ് ഹ്യൂമൻ ക്ലാസിന്റെ ചൈൽഡാണ്, ടീച്ചറിന്റെ പാരന്റ് ആണ് ഹ്യൂമൻ. ഓക്കെ, ഇനി മറ്റൊരു ക്ലാസ് നമുക്കിതുപോലെ ക്രിയേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ക്ലാസ് ആർട്ടിസ്റ്റ്. ഹ്യൂമൻ ക്ലാസിന്റെ തന്നെ മറ്റൊരു വേർഷൻ ആണ്. അവരെന്താണ് എക്സ്ട്രാ ആരും ചെയ്യാത്തൊരു പണി ചെയ്യുന്നത്? അവർ പെയിന്റ് ചെയ്യുന്നു. സെൽഫ് പ്രിന്റ് പെയിന്റിങ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എത്ര ക്ലാസ് വേണമെങ്കിലും ഹ്യൂമൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ടീച്ചറിൻ്റെ ഉള്ളിലും നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ക്ലാസ്സുകൾ ആഡ് ചെയ്യാവുന്നതാണ്. കാരണം വ്യത്യസ്ത തരം ടീച്ചർമാരുണ്ട് അല്ലേ? ബയോളജിക്ക് ഒരു ടീച്ചറാണ്, സുവോളജിക്ക് ഒരു ടീച്ചറാണ്. ഓക്കെ, വ്യത്യസ്തരായിട്ടുള്ള ടീച്ചറുകളുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലാസ് ആഡ് ചെയ്യാവുന്നതാണ്. എങ്ങനെ? ക്ലാസ് ബയോളജി ടീച്ചർ ബ്രാക്കറ്റിൽ ടീച്ചർ എന്നായിരുന്നു. ടീച്ചറിൻ്റെ
ചൈൽഡാണ്. ഓക്കെ, ഹ്യൂമൻ്റെ ചൈൽഡ് ടീച്ചർ, ടീച്ചറിൻ്റെ ചൈൽഡ് ബയോളജി ടീച്ചർ, കെമിസ്ട്രി ടീച്ചർ, ഒക്കെ ടീച്ചർ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ചൈൽഡായിട്ട് വരും. ഇനി വരെ നമുക്കത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മൾ ടീച്ചർ എന്ന് പറഞ്ഞും ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞും 2 ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അലി ഒരു ടീച്ചർ ആകുന്നു എന്നെങ്ങനെ പറയും? അലി ഈസ് ഈക്വൽ ടു ടീച്ചർ. ഇപ്പോൾ ടീച്ചർ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് അലി എന്ന് പറയുന്ന ഈ റെഫറൻസ്. അലി ടീച്ചർ ഇസ് നോട്ട് ഡിഫൈൻഡ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ റൺ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അലി ഇസ് ഈക്വൽ ടു ടീച്ചർ. അപ്പോൾ അലി ഒരു ടീച്ചറാണ്. അലിയോട് നമ്മൾ പഠിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അലി കൂളായിട്ട് പഠിപ്പിക്കും, അലി ടീച്ചർ. അതേസമയം വാസു ഒരു ഹ്യൂമനാണ്, സങ്കല്പിക്കും, മനുഷ്യനാണ്. വാസുവിനോട് നമ്മൾ പോയി പഠിപ്പിക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസു കൈമലർത്തും, എനിക്ക് അങ്ങനത്തെ പണിയൊന്നും അറിയില്ല, നോ ആട്രിബ്യൂട്ട് ടീച്ച്. കാരണം എന്താ, വാസു മനുഷ്യനായിട്ടുള്ള ഒരു ടീച്ചർ ആവാനുള്ള യോഗ്യത വാസുവിന് കിട്ടിയിട്ടില്ല. അതേസമയം നമുക്ക് രാജ് ഇസ് ഈക്വൽ ടു എ പെയിന്റ് ആർട്ടിസ്റ്റ്. ഓക്കെ, രാജു ആർട്ടിസ്റ്റാണ് നമ്മൾ. അപ്പോൾ രാജുവിനോട് നമുക്ക് എന്ത് ചെയ്യാം? പെയിൻറ് ചെയ്യാൻ പറയാം. കാരണം രാജു ആർട്ടിസ്റ്റാണ്, രാജുവിന് പെയിൻറ്റിംഗ് എന്ന് പറയുന്ന പണി ആർട്ടിസ്റ്റിന് അറിയാം. ഓക്കെ, അതാണ് നമ്മൾ എക്സ്ട്രാ സബ് ക്ലാസ് ഉണ്ടാക്കിയുള്ള. സബ് ക്ലാസ് ആകുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണ്? കാരണം രാജ് ഒരു പെയിൻറ്റർ ആണ് എന്നുള്ളതോടൊപ്പം, ആർട്ടിസ്റ്റ് ആണ് എന്നുള്ളതോടൊപ്പം തന്നെ രാജുവിന് എത്ര കണ്ണുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, രാജു ഇവിടേക്ക് എത്തും. കാരണം രാജു ഹ്യൂമനും കൂടി, മനുഷ്യൻ്റെ ഗുണങ്ങൾ കൂടി രാജുവിനുണ്ട്. മനുഷ്യൻ്റെ 2 കണ്ണുകൾ രാജുവിനുണ്ട്. രാജുവിൻ്റെ ലെഗ്സിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 2 ഉണ്ട്. രാജുവിനോട് നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാജു നടക്കും. കാരണം എന്താണ്, അവൻ ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് കൂടി തന്നെ അവനൊരു മനുഷ്യനാണ്, ജസ്റ്റ് ലൈക്ക് റിയൽ ലൈഫ്. ഓക്കെ, ടീച്ചറായിട്ടുള്ള കാര്യം അലി ആയിരുന്നു. അലിയോട് നിങ്ങൾ ബ്രീത്ത് ചെയ്യാൻ പറഞ്ഞാൽ അലി ബ്രീത്ത് ചെയ്യും. കാരണം എന്താണ്, അലി ടീച്ചറാണെന്നോടൊപ്പം തന്നെ ഹ്യൂമൻ ക്ലാസ്സിൻ്റെ ചൈൽഡാണ് ടീച്ചർ. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ്റെ എല്ലാ പ്രത്യേകതകളും അലിക്കും ടീച്ചർക്കും ബാധകം. അപ്പോൾ അതാണ് ക്ലാസ്സും ഒബ്ജക്റ്റും തമ്മിലുള്ള റിലേഷൻ. ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിൻ്റാണ്. അവർക്ക് പൊതുവായ ചില സ്വഭാവ സവിശേഷതകളുണ്ടാകും. ആ സവിശേഷതകളോട് കൂടിയ നിരവധി ഒബ്ജക്റ്റുകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഈ എപ്പിസോഡിൽ സംസാരിക്കാനുള്ളത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പരിചയിക്കേണ്ടതുണ്ട്. കാരണം നമ്മളതിലേക്ക് കൂടുതൽ എൻ്റർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ മാക്സിമം ലളിതമായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.